പരം ശാന്തി അധ്യായം 8. നമ്മുടെ ഈ ബ്രഹ്മാണ്ടം എത്ര വലുതാണ്. ബ്രഹ്മാണ്ടം എന്ന വാക്ക് ജ്യോതിശാസ്ത്രത്തിൽ നിന്നും ഉണ്ടായതാണ്. സാമാന്യമായ രീതിയിൽ പറഞ്ഞാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടങ്ങിയ ഈ പ്രപഞ്ചത്തെ നാം ബ്രഹ്മാണ്ടം എന്ന് വിളിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ മൂലമായ ആധാരം തത്വങ്ങളാണ്. ഈ തത്വങ്ങളാണ് ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും മൂലമായ നിർമ്മാണ വസ്തുക്കൾ. സുപ്രീം നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മാണ്ടമെന്നാൽ സൂര്യമണ്ഡലം അഥവാ സോളാർ സിസ്റ്റമാകുന്നു. അതായത് ഒരു സൂര്യമണ്ഡലം, ഒരു ബ്രഹ്മാണ്ടം. ധർമ്മഗ്രന്ഥങ്ങളിൽ 14 ലോകങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ 14 ലോകങ്ങളും ഈ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്നു. നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഏറ്റവും പുറമെയായി പരംധാം സ്ഥിതി ചെയ്യുന്നു. പരംധാം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം. അതിനു താഴെ ശിവപുരി, വിഷ്ണുപുരി, ബ്രഹ്മപുരി, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർലോകം, ഭൂവർലോകം, ഭൂലോകം എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ മുകളിൽ 7 ലോകങ്ങൾ ഉള്ളതുപോലെ താഴെയും 7 ലോകങ്ങളുണ്ട്, അഥവാ പാതാളങ്ങൾ ഉണ്ട്. അതിന് താഴെ 55 നരകങ്ങളുണ്ട്. നാം കാണുന്ന ക്ഷുദ്രഗ്രഹങ്ങളും ധൂമകേതുക്കളും അതിനുദാഹരണങ്ങളാണ്. ഈ ബ്രഹ്മാണ്ടത്തെ ആരാണ് ചലിപ്പിക്കുന്നത്? ഭൂമിയിലെ ഒരു കല്ലിന് സ്വയം ചലിക്കാൻ കഴിവില്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിലെ അനേകം ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും സൂര്യനെയും ആരാണ് ചലിപ്പിക്കുന്നത്? അതിന് ഏതു തരത്തിലുള്ള സ്പീഡും പവറും ലഭിക്കുന്നു? ആരാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ രചയിതാവ്? നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ബ്രഹ്മാണ്ടം അനേകം ബ്രഹ്മാണ്ടങ്ങളിൽ ഒന്നു മാത്രമാണ്. ഓരോരോ ബ്രഹ്മാണ്ടത്തിൻ്റെയും രചയിതാവ് ശിവനാണ്. അനന്തങ്ങളായ ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാൽ അർത്ഥം അനന്തമനന്തം ശിവന്മാരുണ്ടെന്നാണ്. ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അനേകം ബ്രഹ്മാണ്ടമെന്നാൽ അനേകം ഭൂമികളുണ്ടോ? എല്ലാത്തിനും വേറെ വേറെ സൗരയൂഥങ്ങളുണ്ടോ? അവയെല്ലാം 14 ലോകങ്ങളും വിഷ്ണുപുരിയും ശിവപുരിയും അടങ്ങിയതാണോ? ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടി എങ്ങനെ നടക്കുന്നു? നിരാകാരി മഹാശിവൻ താൻ പലതായി സങ്കല്പിക്കുന്നു. അതിനോടുകൂടി ട്രില്യൺ കണക്കിന് ശിവന്മാർ ഉദ്ഭവിക്കുന്നു. ട്രില്യൺ കണക്കിന് ശിവന്മാർ ട്രില്യൺ കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്നു. ശിവന്റെ രചയിതാവാണ് മഹാശിവൻ. ഓരോ ബ്രഹ്മാണ്ടങ്ങൾക്കും അവരവരുടെ രചയിതാക്കൾക്കനുസരിച്ച് ശക്തി ഉണ്ടായിരിക്കും. ചില ശിവന്മാർ ചെറിയ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച് അവരുടെ ശക്തിയും ക്ഷയവും അതിനനുസരിച്ച് കുറവായിരുന്നു. ചില ബ്രഹ്മാണ്ടങ്ങൾ ഒരു പ്രകാശവർഷത്തിൻ്റെതായിരുന്നെങ്കിൽ 1.25, 1.5, 2, 3, 4 എന്നീ പ്രകാശവർഷങ്ങളുടെ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. നമ്മുടെ ബ്രഹ്മാണ്ടം ഒരു പ്രകാശവർഷത്തിൻ്റെതായിരുന്നു. എന്നാൽ ഇപ്പോൾ 1.6 പ്രകാശവർഷത്തിൻ്റെതായി വികസിച്ചിരിക്കുന്നു. അതായത് 15,13,760 കോടി കിലോമീറ്റർ വ്യത്യാസം. ശിവനായാലും മഹാശിവനായാലും പരമഹാശിവനായാലും സൃഷ്ടി നടത്തും തോറും അവരുടെ ശക്തി വളരെ കുറഞ്ഞു വരുന്നു. അനേകം ശിവനുള്ളതുപോലെ ബ്രഹ്മാവും വിഷ്ണുവും ശങ്കറും അനേകമുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ ബ്രഹ്മാവും വിഷ്ണുവും ശങ്കറുമുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെയും സൃഷ്ടി നടത്തുമ്പോൾ അതിനെ പാലിക്കുന്നവരുടെയും, അതായത് ബ്രഹ്മ, വിഷ്ണു, ശങ്കർ എന്നിവരുടെയും ശക്തി ക്ഷയിക്കുന്നു. അപ്പോൾ ആ 3 പേരും താഴേക്ക് പതിക്കുന്നു. ചില സമയങ്ങളിൽ ബ്രഹ്മാണ്ടം ചലിപ്പിക്കുന്നതിനായി പുതിയ ബ്രഹ്മാവും നിയോഗിക്കപ്പെടുന്നു. ബ്രഹ്മാണ്ടത്തിൻ്റെ രചയിതാവായ ശിവന്റെ ശക്തി പോലും ക്ഷയിക്കുന്ന സാഹചര്യത്തിൽ മഹാശിവൻ മറ്റൊരു ശിവനെയും ബ്രഹ്മാണ്ടത്തിലേക്ക് നിയോഗിക്കുന്നു. എപ്പോഴാണോ നിരാകാരി ശിവന് താൻ സൃഷ്ടിരചന നടത്തുന്നു എന്ന് സങ്കല്പമുണ്ടായത്, അപ്പോൾ ചുറ്റുപാടും പരപ്രകാശത്തിൻ്റെ ഒരു ഫീൽഡ് ഉണ്ടാക്കി. കൂടാതെ ആകാരി ശിവനെയും രചിച്ചു. നിരാകാരി ശിവൻ പരംധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആകാരി ശിവനും
ശക്തിയും ശിവപുരിയിൽ വസിക്കുന്നു. ശിവനും ശക്തിയും ചേർന്ന് അർദ്ധനാരീശ്വര രൂപത്തിൽ വിഷ്ണുവിനെ സൃഷ്ടിച്ചു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവും പിറവിയെടുത്തു. ബ്രഹ്മാവ് ബ്രഹ്മപുരി സ്ഥാപിച്ചു. ബ്രഹ്മാവും സരസ്വതിയും സങ്കല്പശക്തിയിലൂടെ സപ്തർഷിമാർക്ക് രൂപം കൊടുത്തു. ആദ്യം ഫരിസ്തകളുടെ ലോകമായിരുന്നു. ആ സപ്തർഷിമാർ സങ്കല്പശക്തിയിലൂടെ ഫരിസ്തകൾ, അതായത് ദേവതകളേക്കാൾ ക്വാളിറ്റിയുള്ള പ്രകാശ നിർമ്മിത ശരീരികൾക്ക് രൂപം കൊടുത്തു. അവരുടെ ശരീരം പരം തത്വത്താൽ നിർമ്മിതമായിരുന്നു. ഫരിസ്തകൾ സങ്കല്പശക്തിയാൽ 7 ലോകങ്ങളെയും അനേകമനേകം ആത്മാക്കളെയും രചിച്ചു. അതുകൊണ്ട് ആ ആത്മാക്കളുടെ ശക്തിയും ക്ഷയിച്ചു. അവരുടെ ആത്മാക്കളുടെ ശക്തി ക്ഷയിച്ചതോടെ 3 തത്വങ്ങളുടെ ലോകം രൂപീകൃതമായി. കുറച്ച് ഫരിസ്തകൾ പരം തത്വത്തിൻ്റെ ലോകത്ത് തുടർന്നു. എന്നാൽ കുറച്ച് ഫരിസ്തകൾ താഴെ ദിവ്യലോകത്തേക്ക് ഇറങ്ങി വന്നു. ഫരിസ്ത ലോകത്തു നിന്നും ദേവതാലോകത്തേക്കുള്ള സൃഷ്ടി നടന്നു. വീണ്ടും ദേവതമാർ സങ്കല്പത്തിലൂടെ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നു. ഇപ്രകാരം സൃഷ്ടി വ്യാപിക്കുകയും ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം ദേവതമാരുടെ ശക്തിയും ക്ഷയിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആത്മാവിൻ്റെ പവറും കുറഞ്ഞുകൊണ്ടിരുന്നു. ആത്മാക്കളുടെ സംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ താഴെ തട്ടിലേക്ക് പതിക്കുവാനും തുടങ്ങി. ഇപ്പോൾ ദേവതമാരും മനുഷ്യരായി. മനുഷ്യൻ വളരെ അധപ്പതിച്ചപ്പോൾ ബ്രഹ്മാവ് മനുഷ്യർക്ക് വേണ്ടി ഭൂലോകം നിർമ്മിച്ചു നൽകി. ഭൂലോകം ഏകദേശം ബ്രഹ്മാവിൻ്റെ ആദ്യ പരാർത്ഥത്തിൻ്റെ 10 വർഷത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടു. അതായത് നമ്മുടെ ഭൂമിക്ക് ഇപ്പോൾ 1244 ട്രില്യൺ 17 ബില്യൺ വർഷം പഴക്കമുണ്ട്. ആദ്യം ശരീരം വളരെ നേർത്തതായിരുന്നു. ആ സമയത്ത് ആത്മാവ് സ്വയം പ്രകാശിച്ചിരുന്നു. സാവധാനം ആത്മാവിൻ്റെ ഗുണം ക്ഷയിക്കുകയും ആത്മാവിൻ്റെ പ്രകാശം കുറഞ്ഞു വരികയും ചെയ്തു. ഇങ്ങനെ മൊത്തം ഇരുട്ട് വ്യാപിച്ചു. ഭൂമിയുടെ ഇരുട്ടിനെ മറികടക്കാൻ സൂര്യനാരായണൻ രചിച്ചു. ആദ്യം സൂര്യൻ്റെ വ്യാസം കുറവായിരുന്നു. ഭൂമിയിലെ അന്ധകാരം അകറ്റാൻ വേണ്ടിയാണ് സൂര്യൻ മുഖ്യമായും ഉപയോഗിക്കപ്പെട്ടത്. ഉയർന്ന മറ്റുള്ള ലോകങ്ങളിൽ വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ആത്മാക്കളിൽ സ്വയമേവ പ്രകാശമുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ സൂര്യൻ ഭൂമിയെ വലം വെച്ചിരുന്നു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ നാം ഞെട്ടിപ്പോയേക്കാം. പിന്നീട് സൂര്യൻ്റെ ഗ്രാവിറ്റിയാൽ ഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടു. സങ്കല്പങ്ങളിലൂടെ കൂടുതൽ ആത്മാക്കളുടെ രചന നടന്നതിൽ കൂടി വീണ്ടും വീഴ്ചയുണ്ടായി. 5 തത്വങ്ങൾ കൂടുതൽ ഭാരിച്ചതായി. ഭൂമിക്ക് മുകളിലും താഴെയും 7 ലോകങ്ങൾ വീതമുണ്ട്. അതളം, വിതളം, സുതളം, തളാതളം, മഹാതളം, രസാതളം, പാതാളം. ഇവയാണ് ഭൂമിക്ക് താഴെയുള്ള 7 പാതാള ലോകങ്ങൾ. ആത്മാക്കളുടെ ഭോഗേച്ഛ കൊണ്ട് വീണ്ടും ക്വാളിറ്റി കുറഞ്ഞ് താഴേക്ക് പതിക്കാൻ തുടങ്ങി. അങ്ങനെ പാതാള ലോകത്തിന് താഴെ 55 നരകങ്ങളും രചിക്കപ്പെട്ടു. ഇക്കാലത്ത് ആ 55 നരകങ്ങളുടെ അസ്തിത്വമില്ല. അവ ഉൽക്കകളായി അറിയപ്പെടുന്നു. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രളയം ഏതുപോലെ സംഭവിക്കുന്നുവോ അതുപോലെ മറ്റ് ബ്രഹ്മാണ്ടത്തിലും പ്രളയം സംഭവിക്കുന്നു. പക്ഷേ വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. ശിവന് സ്വയം ബ്രഹ്മാണ്ടത്തിനെ ചലിപ്പിക്കുവാനുള്ള ശക്തി ക്ഷയിക്കുമ്പോൾ ശിവൻ കാലാഗ്നി ഉൽപ്പാദിപ്പിച്ച് പ്രളയം സംഭവിപ്പിക്കുന്നു. ഓരോ യൂണിവേഴ്സിലും അസംഖ്യം ഗാലക്സികളും അസംഖ്യം സോളാർ സിസ്റ്റങ്ങളും ഉണ്ടാകും. ഓരോ സോളാർ സിസ്റ്റത്തിലും നിരാകാരി, ആകാരി, സാകാരി ലോകവുമുണ്ട്. ശിവൻ തൻ്റെ രചയിതാവായ മഹാശിവനിൽ നിന്നും ശക്തി സമാഹരിച്ച് പുനഃസൃഷ്ടി നടത്തുന്നു. ഇത് ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ മാത്രം കഥയാണ്. അങ്ങനെ അനന്തമായ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ശാസ്ത്രഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നു, അനേകം ഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിരിക്കുന്നു. അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. പരം ശാന്തി.